സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയോട് പറയുകയാണ്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ ഈശോ തിരുത്തുകയാണ്, അല്ല, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഈ മണിക്കൂറിൽ ഞാൻ വന്നത്. ഇതിനു വേണ്ടിയിട്ട്, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഈശോ തിരിച്ചറിയുകയാണ്. സ്നേഹമുള്ളവരെ, സ്വയം പീഡനത്തിലൂടെ നടന്നു നീക്കി മനുഷ്യന് രക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ദൈവം, അല്ലെ, സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം അത്രമേൽ മനുഷ്യകുലത്തെ സ്നേഹിച്ച ഒരു ദൈവം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പാപത്തിൽ വീണ മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ദൈവത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. സ്നേഹമുള്ളവരെ, നാളെ നമ്മൾ വ്യാഴാഴ്ച ആചരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപനത്തെയും പൗരോഹിത്യ സ്ഥാപനത്തെയും ഒക്കെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈശോയുടെ പീഡാനുഭവത്തിന്റെ, പീഡാസഹനങ്ങളുടെ ആരംഭം, അതിന്റെ ഓർമ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സ്നേഹത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ അത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, അല്ലെ. സ്വയം സന്നദ്ധനായിട്ട് പീഡനങ്ങളിലേക്ക് നടന്നു നീക്കുന്ന ഒരു ഈശോ, സ്വയം സന്നദ്ധനായിട്ട് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം പീഡനമേൽക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു ഈശോ. സ്നേഹമുള്ള ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ പീഡനങ്ങൾ സഹിച്ചത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ധ്യാനിക്കാം. ഈശോ പറയുന്ന പോലെ, ഞാൻ നിങ്ങളിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോയുടെ മരണത്താൽ ഈശോ നമ്മളെ തന്നിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോയിലേക്ക് നടക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ഓർക്കാം. ആ സ്നേഹത്തിലൂടെ, സഹനത്തിലൂടെ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷയെ ഓർക്കാം. ദൈവം എല്ലാവരെയും സമർപ്പിക്കും.